കേരളം ഉറ്റുനോക്കുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ ഫലത്തിൽ ഒന്നായിരിക്കും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിലെ മണ്ഡലമാണ്. വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമം, കോവളം, നെയ്യാറ്റിൻകര, പാറശാല, ട്രിവാൻഡ്രം സെൻട്രൽ എന്നിവയാണ് ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 66.46% വോട്ട് മാത്രമേ തിരുവനന്തപുരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോൾ ചെയ്തുള്ളൂ. ഇത് കഴിഞ്ഞ പ്രാവശ്യം 73.45 ആയിരുന്നു. ആകെ 14,30,000 വോട്ടർമാർ ഉള്ളതിൽ 9,50,000 വോട്ട് മാത്രമാണ് ഈ പ്രാവശ്യം പോൾ ചെയ്തത്. പല മണ്ഡലങ്ങളിലും വളരെ കുറഞ്ഞ വോട്ടിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത്. ട്രിവാൻഡ്രം 59.70, വട്ടിയൂർക്കാവ് 62.87, കഴക്കൂട്ടം 65.12, നേമം 66.05, കോവളം 69.81, നെയ്യാറ്റിൻകര 70.72, പാറശാല 70.60 ഇവയാണ് വിവിധ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് പെർസെൻറ്റേജ്. ശശി തരൂർ ഹാട്രിക് വിജയം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി UDFിൻ്റെ ലേബലിൽ മത്സരിക്കുന്നു. CPIയിലെ പന്ന്യൻ രവീന്ദ്രൻ LDFിൻ്റെ സ്ഥാനാർത്ഥിയാകുകയും NDAയ്ക്ക് കരുത്തുറ്റ സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ എത്തുകയും ചെയ്തുകൊണ്ട് തിരുവനന്തപുരം മണ്ഡലം ആകെ തിരഞ്ഞെടുപ്പിൻ്റെ വല്ലാത്ത ഒരു ചൂടിലേക്ക് വഴുതി മാറി. ശശി തരൂർ കഴിഞ്ഞ പ്രാവശ്യം 9.9% വോട്ടിൻ്റെ മാർജിനിലാണ് അദ്ദേഹം അവിടെ നിന്ന് വിജയിക്കുന്നത്. 4,16,131 വോട്ടുകളാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അതായത് ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ 41.2% വോട്ട് നേടിയാണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചത്. പക്ഷേ ഈ പ്രാവശ്യം അത്തരത്തിൽ തിളക്കമാർന്ന ഒരു വിജയം ശശി തരൂരിന് ലഭിക്കുവാൻ സാധ്യതയില്ല. കാരണം UDFിൻ്റെ മിഷനറി വളരെ പോരായ്മ ഉള്ളതായിരുന്നു ഈ തിരഞ്ഞെടുപ്പിൽ. പല ബൂത്തുകളിലും പോളിംഗ് ഏജൻറ്റുമാരായി ഇരിക്കുവാൻ ആളില്ലായിരുന്നു എന്നുള്ള പരാമർശവും ഉണ്ട്. പക്ഷേ ശശി തരൂരിനെ തുണയ്ക്കുന്ന ഒരുപാട് ഘടകങ്ങൾ അദ്ദേഹത്തിന് ആനുകൂല്യമായി വോട്ട് ലഭിക്കാവുന്ന കോവളം, നെയ്യാറ്റിൻകര, പാറശാല എന്നീ പ്രദേശങ്ങളിൽ മാന്യമായ പോളിംഗ് നടന്നു എന്നുള്ളതാണ്. മാത്രമല്ല തീരദേശത്തെ ജനത മുഴുവൻ ശശി തരൂരിന് ഈ പ്രാവശ്യവും വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ലാറ്റിൻ സഭ എടുത്ത തീരുമാനം ശശി തരൂരിന് അനുകൂലമായി വിധി എഴുതുന്ന സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം അവർ വളരെ കരുത്തുറ്റ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് പന്ന്യൻ രവീന്ദ്രനെ അവതരിപ്പിച്ചതെങ്കിലും അദ്ദേഹം 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും എന്ന് തന്നെയാണ് അവിടെ പൊതുവെ വിലയിരുത്തുന്നത്. പരിണതപ്രജ്ഞനായ വളരെ മാന്യനായ ഒരു നേതാവിനെ അവതരിപ്പിച്ചെങ്കിലും ആ നേതാവിലൂടെ ആ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് ഉണ്ടായിരിക്കുന്ന പരാജയത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുവാൻ കഴിയുന്ന സാഹചര്യം ഒന്നും തന്നെയില്ല. CPI പ്രത്യേകിച്ച് ബെനറ്റ് എബ്രഹാമിനെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി ഉയർന്ന വാദപ്രതിവാദങ്ങളിലും കോലാഹലങ്ങളിൽ നിന്നും പൂർണ്ണമായി ഇതുവരെ മുക്തി പ്രാപിക്കാതെ ഇരിക്കുന്ന സാഹചര്യവും അവിടെയുണ്ട്. NDA സംബന്ധിക്കുന്നിടത്തോളം BJPയുടെ ഏറ്റവും ശക്തമായ പാർലമെൻറ്റ് മണ്ഡലമാണ് തിരുവനന്തപുരം. അവിടെ ശക്തമായ വേരോട്ടമുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമം എന്നീ മണ്ഡലങ്ങളിലൊക്കെ BJP സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം ഉണ്ടാകുവാനുമുള്ള സാധ്യതയുണ്ട്. പക്ഷേ BJP സ്ഥാനാർത്ഥി പൂർണ്ണമായി അവരുടെ പ്രവർത്തകരുമായി ഇഴകിച്ചേർന്നുള്ള ഒരു പ്രവർത്തനം നടത്തിയില്ല എന്നൊരു കാഴ്ചപ്പാട് മണ്ഡലത്തിൽ ഉടനീളമുണ്ട്. അതുമാത്രമല്ല ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം കോൺഗ്രസ്സിന് അനുകൂലമായി എത്താനാണ് സാഹചര്യം. എന്തായാലും BJPക്ക് ഏറ്റവും കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടിയിട്ടും അവിടെ വിജയിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി വരുന്നുണ്ടെങ്കിൽ
അത് തീർച്ചയായിട്ടും ഖേദകരമാണ് എന്ന് മാത്രമേ പറയുവാൻ കഴിയുള്ളൂ. രാജീവ് ചന്ദ്രശേഖർ അവിടെ നിന്ന് വിജയിച്ചാൽ തിരുവനന്തപുരത്ത് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നും അഭിവൃദ്ധി ഉണ്ടാകുമെന്നും വിചാരിക്കുന്ന ഒരു വലിയ വോട്ടർമാരുടെ നിര തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉടനീളം കാണാവുന്നതായിരുന്നു. പക്ഷേ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണവും ശശി തരൂർ എന്ന് പറയുന്ന ഘടകവും UDFിനെ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് ഒന്നും തന്നെ കിട്ടിയില്ലെങ്കിലും അദ്ദേഹം ഏതാണ്ട് 10,000-നും 20,000-നും ഇടയിലുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ഒരിക്കൽ കൂടി ശശി തരൂർ ഇന്ത്യൻ പാർലമെൻറ്റിൽ തിരുവനന്തപുരം ലോക്സഭയെ പ്രതിനിധീകരിക്കും എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതുതന്നെയാണ് തിരുവനന്തപുരത്തെ വോട്ടർമാരുടെ ഇടയിൽ നടത്തിയ അഭിപ്രായത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. എന്തായാലും ഫലം തിരുവനന്തപുരത്തെ ഭാരതത്തിൽ എമ്പാടും ഉറ്റുനോക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാക്കി മാറ്റിക്കഴിഞ്ഞു.